ഞാനിന്ന് പറയാൻ പോകുന്നതേ നമ്മുടെ അച്ഛന്മാരെ കുറിച്ചാട്ടോ. നമ്മുടെ സ്നേഹനിധികളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെ കുറിച്ച്. ഇതൊരു 85% അച്ഛന്മാരെ കുറിച്ചുള്ളൂ കേട്ടോ. ബാക്കി ശതമാനം അച്ഛന്മാരൊക്കെ വീട് നോക്കില്ലാത്ത, മക്കളെ നോക്കില്ലാത്ത, ഭാര്യയെ നോക്കില്ലാത്ത അങ്ങനെയുള്ള അച്ഛന്മാരും ഒക്കെയുണ്ട്. ഉപേക്ഷിച്ച് പോയവരുണ്ട്, ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള അച്ഛന്മാരുണ്ട്, ഉപദ്രവിക്കുന്ന അച്ഛന്മാരുണ്ട്, മറ്റുള്ള സ്ത്രീകളുടെ പുറകെ പോയ അച്ഛന്മാർ. അങ്ങനെയുള്ളവരല്ല, സ്നേഹനിധികളായ മക്കളെയും ഭാര്യയെയും ചേർത്ത് നിർത്തുന്ന, കുടുംബത്തെ പൊന്നുപോലെ നോക്കുന്ന അച്ഛന്മാരെ കുറിച്ചാണ്. അങ്ങനെയുള്ള അച്ഛന്മാർക്കുണ്ടല്ലോ, പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ അച്ഛന്മാർ കല്യാണം കഴിച്ചു വിടുമ്പോഴും അതിന് മുമ്പേ തന്നെ അച്ഛന്മാർ ഭയങ്കര സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ നാടകമൊക്കെ കളിക്കും. അതായത് അല്ലെങ്കിൽ അച്ഛനാണ് വീട്ടിൻ്റെ നായകൻ, വീടിൻ്റെ താങ്ങും തണലും അച്ഛനാണെന്നുള്ള രീതിയിലാണ് അച്ഛൻ പെരുമാറുന്നത് ഒക്കെ ഇല്ലേ. എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ്. ഞാനാണ് ഗൃഹനാഥൻ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പം മകളെയൊക്കെ കെട്ടിക്കാറാകുമ്പോഴത്തേനും ഒരു സ്ട്രോങ് ആണ്, എനിക്ക് അങ്ങനെയൊന്നും വിഷമങ്ങളൊന്നും ഇല്ല എന്ന് കാണിക്കാനൊക്കെ ഇരിക്കും. പക്ഷെ മകളെ കെട്ടിച്ചങ്ങ് വിട്ട് മകളെ ഭർത്താവിൻ്റെ കൂടെ അങ്ങ് പോയി കഴിയുമ്പം അമ്മമാർ തോരാത്ത മഴ പോലെ കിടന്നങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കും ഇല്ലേ. കരഞ്ഞ് ആ കെട്ടിച്ച് താലി കെട്ടിയ ആ സമയം തൊട്ട് ചിലരെ അമ്മമാരങ്ങ് തുടങ്ങി വയ്ക്കും. അങ്ങ് ഭയങ്കര കരച്ചിലായിരിക്കും. എന്നാൽ അച്ഛന്മാർ അവിടെയൊക്കെ സ്ട്രോങ് ആയിട്ട് നീ കാണിക്കുന്നത്, നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ എന്നൊക്കെ പറഞ്ഞ് നല്ലതിനല്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഉപദേശങ്ങളൊക്കെ കൊടുക്കും. എന്നിട്ട് അച്ഛന്മാരങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് മകളങ്ങ് പോയി കഴിയുമ്പോൾ അച്ഛൻ എന്നെ ആണെങ്കിൽ ഓടിച്ചെന്നൊരു ബാത്റൂമിൽ കയറുമോ അല്ലെങ്കിൽ ഒരു മുറിയിൽ കയറിയിരുന്നോ കുറച്ച് നേരം കരഞ്ഞിട്ട് ഇറങ്ങി വരും, ആരും കാണാതെ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, പണ്ട് കാലം തൊട്ട് നമ്മുടെ ഒരു സിസ്റ്റം അല്ലേ, ആണുങ്ങൾ കരയാൻ പാടില്ല, ആണുങ്ങൾക്ക് സങ്കടമില്ല, ആണുങ്ങൾ സ്ട്രോങ് ആണ്, ആണുങ്ങളെങ്ങാനും കരഞ്ഞാൽ അവർ ആണത്തം പോവും എന്നൊക്കെയല്ലേ നമ്മൾ കേട്ടു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ അച്ഛന്മാർ അവരുടെ വിഷമം പുറമേ കാണിക്കില്ല, ഉള്ളിലൊതുക്കി ഇങ്ങനെ സങ്കടത്തോടുകൂടി ഇരിക്കും ഇല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ലേ, അങ്ങനെയുള്ള ഇഷ്ടംപോലെ അച്ഛന്മാരുണ്ട് കേട്ടോ. എന്നാൽ അമ്മമാരാണെങ്കിലോ അവിടെ കരഞ്ഞു തീർത്ത് അവരുടെ കാര്യങ്ങൾ നടത്തും. ഇനി വേറൊരു അച്ഛന്മാരുണ്ട്, അതായത് മക്കൾ എന്തെങ്കിലും കാര്യത്തിൽ ആരുടെയെങ്കിലും കൂടെയോ ഫേസ്ബുക്കിൽ കൂടെയോ യൂട്യൂബിൽ കൂടെയോ വാട്സപ്പിൽ കൂടെയോ അല്ലെങ്കിൽ കോളേജ് പഠിക്കുമ്പോഴോ ജോലി സ്ഥലത്തോ ആരുടെയെങ്കിലും കൂടെ പോയി എന്ന് വെച്ചു, ഒളിച്ചോടി പോയി എന്ന് വെച്ചു, ഈ അച്ഛന്മാർ ഉടനെ സ്ട്രോങ് ആകും. ഇനി മേലാൽ ഈ പിന്നെ അടിച്ചതിനകത്തേക്ക് ഞാൻ അവരെ കേട്ടില്ല, ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഞാൻ ചത്തു എന്നറിഞ്ഞാൽ പോലും എൻ്റെ വീട്ടിലേക്ക് കയറി വരികയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ പ്രഖ്യാപിച്ച് ഒരു 5-6 മാസം കഴിയുമ്പോൾ എന്നെ കാണിക്കും. പതുക്കെ ആ ഉറക്ക പ്രഖ്യാപനം കുറയും. എന്നാലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണണം എന്നുള്ളിൻ്റെ ഉള്ളിലൊരു മോഹമുണ്ട്, മകളെ അല്ലെങ്കിൽ മകനെ കാണണം എന്നൊക്കെയുണ്ട്. എന്നാലും അതങ്ങ് അടക്കി വെച്ചിട്ട് അമ്മയുടെയും മറ്റുള്ളവരെയും കാണാൻ പറയും, ഞാൻ കേട്ടില്ല, ഞാൻ ഇതിനകത്തേക്കേ കേട്ടില്ല എന്നിങ്ങനെ പറയും. ഇത് ഒരു കഥ ഞാൻ പറയട്ടെ. കഥയല്ല, ഒറിജിനൽ സംഭവമാണ്. ഒരു വീട്ടിൽ നിന്ന് ഒരു പെങ്കൊച്ച് ഒളിച്ചോടിപ്പോയേ. അപ്പം തൊട്ട അടുത്ത വീടെന്ന് വെച്ചാൽ പറമ്പിൻ്റെ അങ്ങേയറ്റത്. അപ്പം കാണാം, ജസ്റ്റ് ഒന്ന് കാണാം, അത്രയേ ഉള്ളൂ. ആ വീട്ടിൽ ആ പെങ്കൊച്ച് നടക്കണതും പെറുക്കണതും ഒക്കെ ഈ വീട്ടിൽ ഇരുന്നാൽ കാണാൻ പറ്റും. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും, നമുക്ക് ഈ വീട് വിറ്റിട്ട് വേണം, അവളെ കാണാൻ എനിക്ക് പറ്റില്ല, ഇഷ്ടമല്ല എന്നൊക്കെ പറയും. അപ്പം ഒരു ദിവസം ഈ അമ്മ നോക്കുമ്പോൾ ഈ അച്ഛനെന്നാ കാണിക്കുന്നതെന്ന് അറിയാമോ, രാത്രിയായപ്പോൾ ആരും കാണാണ്ട് ആ ഒരു സൈഡിൽ പോയി നിന്നാൽ ഈ വീട് കാണാം. ആ സൈഡിൽ പോയി നിന്ന് അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നാണെന്നറിയാവോ, ഈ മകളെ മുറ്റത്തോടെ ഫോണും വിളിച്ചുകൊണ്ട് നടപ്പുണ്ട്. ആ മകളെ കാണാൻ വേണ്ടിയിട്ട് ആ മൂലയിൽ പോയി നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞു, ഓ നിങ്ങൾക്ക് അവിടെ വന്ന് നിൽക്കുകയല്ലേന്ന് ചോദിച്ചപ്പോൾ പറയാം, ഇല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ആവി എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങി വന്ന് നിൽക്കുന്നതാണ് എന്നിങ്ങനെ സമ്മതിച്ചു കൊടുക്കാതെ നിൽക്കുന്ന അച്ഛന്മാരും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ മകളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അച്ഛൻ പോയി നിന്ന്. അങ്ങനെ എന്നാന്ന് പറയണേ, നിഷ്കളങ്കരായ അച്ഛന്മാരും ഉണ്ട്, പക്ഷെ പുറമെ സ്ട്രോങ് ആയിട്ട് അഭിനയിക്കുന്ന അച്ഛന്മാരും ഉണ്ട് ഇല്ലേ. പിന്നെയുണ്ട് ചില അച്ഛന്മാർ ഭയങ്കര ധൈര്യശാലികളാണെന്നറിയാൻ പറ്റുക. ശരിക്കും പറഞ്ഞിട്ട് ഒരു ധൈര്യവും കാണില്ല കേട്ടോ. അവർ എന്നെ കാണിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, ഞാൻ ഇതാണെന്നറിയാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ പട്ടാളക്കാരെ കേട്ടിട്ടില്ലേ, അവർ ഡെറാഡൂണിൽ പോയി അല്ലെങ്കിൽ ചൈനയുടെ അതിർത്തിയിൽ പോയി അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ പോയി എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെ ബോംബ് വന്നപ്പോൾ അല്ലെങ്കിൽ വെടിയുണ്ട വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ഭീകരർ വന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കഥകൾ പറയണ പട്ടാളക്കാരെ കേട്ടിട്ടില്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ അച്ഛന്മാർ ഭയങ്കര വീരസാഹസിക സർവീസിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവിടുത്തെ വീരസാഹസിക കഥകളൊക്കെ പറയും. ഇനി നാട്ടിൻപുറത്തുള്ള സാധാ അച്ഛന്മാരാണെങ്കിലോ നാട്ടിലെ വലിയ എന്നാ പറയുക വലിയ സംഭവങ്ങളൊക്കെ അവർ പറയുകയും ചെയ്യും. അപ്പം അങ്ങനെ അവനും ഭയങ്കര ധീരനാണ് അല്ലെങ്കിൽ വലിയ സംഭവമാണെന്നൊക്കെ പറയുന്ന അച്ഛന്മാരെ നമുക്ക് കാണാം. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടോ, ഇവർ ശരിക്കും പേടിയുള്ളവരാണ് ഇല്ലേ. അമ്മമാരുടെ പോലും ധൈര്യം കാണില്ല. മിക്ക അച്ഛന്മാർക്കും അതെ, അമ്മമാരുടെ അത്രയും പോലും ധൈര്യം കാണില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും അമ്മമാരൊക്കെ മരിച്ചു പോയിട്ടുള്ള അച്ഛന്മാർ വെറും പാവമായി പോവും. ആ സമയം അതുവരെ പുലിയായിട്ട് നടന്ന അച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയായി നമ്മൾ ചിന്തിക്കും, ആ അവസ്ഥയിലേക്ക് ആകുകയും ചെയ്യും.
അപ്പോൾ അങ്ങനെയുള്ള അച്ഛന്മാരും ഉണ്ട്. പിന്നെ വേറെ ഒരു കൂട്ടം അച്ഛന്മാരാണ് എന്നു പറയണേ, മക്കളുടെ മുമ്പിൽ ഭയങ്കര അഭിനയം, ഞാൻ ഗ്രഹനാഥനാണ്, എൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തും. അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയന്ത്രിക്കണം ഒന്നെങ്കിൽ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ മക്കളായിരിക്കും. അച്ഛനൊരു റോളെന്ന് മാത്രമേ കാണുള്ളൂ. കാരണം അച്ഛൻ പല കാര്യങ്ങളിൽ ചിലപ്പോൾ പാളിച്ചകളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം. അച്ഛന്മാരൊക്കെ ആയല്ലോ, ഒരു കുടുംബം നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ പാളിച്ചകളും ജീവിതത്തിൽ സംഭവിക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ചിലപ്പോൾ അമ്മ ഏറ്റെടുക്കും, അല്ലെങ്കിൽ മക്കൾ ഏറ്റെടുക്കും. അത് കഴിയുമ്പോൾ ഇവർ വെറും കറിവേപ്പിലയുടെ പോലും വിലയില്ലാണ്ട് ഈ വീട്ടിൽ നടക്കുമായിരിക്കും. എങ്കിലും അച്ഛൻ പറയുമ്പോൾ എന്നാ പറയണത്, ഞാൻ ഈ വീടിൻ്റെ വലിയ സംഭവമാണ്, ഞാനില്ലെങ്കിൽ ഈ വീട് ഒരു ദിവസം പോലും മുന്നോട്ട് നീങ്ങില്ല എന്നുള്ള രീതിയിൽ നടക്കുന്ന അച്ഛന്മാരെയും നമുക്ക് കാണാം. പിന്നെ ഒരു പ്രശ്നമുള്ള എന്നാന്ന് വെച്ചാൽ, അച്ഛന്മാരൊക്കെ റിട്ടയർഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റിട്ടയർഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം ഇവർ ഓഫീസിലോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തൊക്കെ നല്ല സാറെന്നോ വിളി കേട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല നിലയിലൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് ഇവരങ്ങ് റിട്ടയർഡായി കഴിയുമ്പോൾ ഇവർക്ക് ആ ഒരു വീടുമായിട്ടൊന്നും അത്രയ്ക്ക് കണക്ഷൻ കാണില്ല. കാരണം രാവിലെ എഴുന്നേൽക്കുന്നു, പോകുന്നു, അതാണ് അവരുടെ റൊട്ടീൻ. അത് മാറ്റം വരുമല്ലേ. അപ്പം അവർ ഭയങ്കര കോൺഫിഡൻസ് കുറഞ്ഞായിട്ട് എപ്പോഴും ഒരു ക്ഷീണം, ഒരു തളർച്ച, ഒരു സന്തോഷമില്ലായ്ക, അല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചിട്ടുണ്ട് ഒട്ട് പറയുമില്ലാത്ത അവസ്ഥയിലേക്ക് കിടക്കും. ആ സമയത്ത് അമ്മമാരങ്ങനെയല്ല. അമ്മമാർ റിട്ടയർഡായി കഴിഞ്ഞിട്ടുണ്ട്, അവർ ആ വീട്ടിലെ പണികളും ചെയ്ത്, അവർ പണ്ടും വീട്ടിലെ പണികളെല്ലാം ചെയ്തിട്ടാണ് അവർ പോയിക്കൊണ്ടിരുന്നത് ജോലിക്ക്. അപ്പം അവർ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി വീടുകളിൽ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അച്ഛന്മാരാകുമ്പം അത് ഡൗണായി പോകുന്നത് കാണാം. പിന്നെ നമ്മുടെ അച്ഛന്മാരോട് നമ്മൾ ചോദിച്ചാൽ ക്ഷീണമാണോ എന്നൊന്ന് ചോദിച്ചു നോക്കിയേ. എന്തെങ്കിലും തീരെ വയ്യായിരിക്കേ, അപ്പം നമ്മൾ അമ്മയാണേലും മക്കളാണേലും ചോദിക്കും, എന്നെ ഭയങ്കര ക്ഷീണം പോലെ തോന്നുന്നുണ്ട്, എന്നെ പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ജന്മത്ത് അവർ സമ്മതിക്കില്ല. അവർ പറയും, എനിക്കൊന്നും ക്ഷീണമില്ല, എനിക്കൊരു കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് തോന്നുന്ന ചുമ്മാ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് നമ്മളെ പേടിപ്പിക്കും. ഇത് ഞാനിവിടെ അനുഭവിക്കുന്നതാണ്. ചേട്ടനോട് മക്കളൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറയും, എന്നെ അപ്പയ്ക്ക് ക്ഷീണമാണോ എന്ന് ചോദിച്ചിട്ട് പറയും, എനിക്കൊന്നും ക്ഷീണമൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല, ചുമ്മാ യാത്ര ചെയ്തതിൻ്റെ അല്ലെങ്കിൽ ഉറങ്ങാത്തതിൻ്റെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ക്ഷീണമാണ്, പക്ഷെ സമ്മതിച്ചു തരില്ല. അങ്ങനെയുള്ള കുറേ പേര് ഇല്ലേ. അതായത് അവരുടെ ക്ഷീണങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെന്തോ മോശമാണെന്നോ, അല്ല ഇനി ക്ഷീണമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് വിചാരിക്കുമെന്നോ എന്താണെന്നറിയത്തില്ല. ആ സമയത്ത് അമ്മമാർ ചെറിയ ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും അയ്യോ എന്നെ ഉറുമ്പ് കടിച്ചു കേട്ടോ, എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ കാണാൻ അമ്മമാർക്ക് നല്ല കഴിവാണ്. അതേപോലെ മക്കളെ കൊണ്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും അമ്മമാർക്ക് കഴിവാണ്. ചില അമ്മമാരുടെ വീട്ടിലെ സർവ്വ കാര്യങ്ങളും വലിയ എന്നാ പറയണേ നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്ന അമ്മമാരെ കാണാൻ മേലെ. ആ സമയത്ത് അച്ഛന്മാർക്ക് സാധിക്കില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചത്. ഒരു അമ്മ ഒരു വീട്ടിനകത്തുണ്ടെങ്കിലുണ്ടല്ലോ ആ വീടിൻ്റെ കൺട്രോൾ അമ്മയുടെ കയ്യിലായിരിക്കും. ആ സമയത്ത് എന്നാ പറയണേ, അച്ഛന്മാരാണെങ്കിൽ ഉണ്ടല്ലോ അവരിങ്ങനെ പതുങ്ങിക്കൂടി അവർക്കൊന്നും സാധിക്കില്ല. ആ രീതിയിലാണ്. അപ്പോൾ ഈ ക്ഷീണത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെ. പിന്നെ ചില അച്ഛന്മാരുണ്ട്, ഞാൻ പുലിയാന്നുള്ള രീതിയിൽ ഒരു സ്നേഹവും പുറത്ത് കാണിക്കാണ്ട് വലിയ സംഭവമാണെന്നും പറഞ്ഞിരിക്കുന്ന അച്ഛന്മാരുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നും കാണില്ല, പക്ഷെ പുറമേ കാണിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മക്കളെയും ഭീഷണിപ്പെടുത്തി ഭാര്യേനെയും ഭീഷണിപ്പെടുത്തി വരച്ച വരയെ നിർത്തണം അച്ഛനായിട്ട്, അങ്ങനെ ഒരു പട്ടാള ചിട്ടയോടെ. അപ്പോൾ ചില മക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പട്ടാള ചിട്ടയൊക്കെ പട്ടാളത്തിലല്ലേ, വീട്ടിലെ ആവശ്യമുണ്ടോ എന്ന്. ചില അമ്മമാരും ചോദിക്കണ കേൾക്കണം, നിങ്ങൾ എന്താ ഇങ്ങനത്തെ സ്വഭാവം കാണിക്കണേ എന്നൊക്കെ ചോദിക്കണം. അമ്മയോട് സ്നേഹം കാണിക്കില്ല. അമ്മയോട് സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് വിചാരിക്കും? മക്കൾ വഴിതെറ്റിപ്പോയാലോ. അതുകൊണ്ട് അമ്മയോട് സ്നേഹം കാണിക്കില്ല, മക്കളോട് അത്രയും കൂടെ കാണിക്കില്ല. എന്നിട്ട് മക്കൾ കിടന്നുറങ്ങുമ്പോൾ പോയിട്ട് മക്കളുടെ തലയിൽ തിരുമുവോ മക്കളുടെ കയ്യെ തിരുമോ ഉമ്മ വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന അച്ഛന്മാരുണ്ട്. എന്നാൽ പുറമേ കാണിക്കില്ല. മക്കൾ എഴുന്നേറ്റ് നടക്കുമ്പോഴോ അല്ലാത്തപ്പോഴോ മക്കളോടോ ഭാര്യയോടോ ഒരു സ്നേഹവും കാണിക്കില്ല, ഒളിച്ചു പോയി കാണിക്കുന്ന അച്ഛന്മാർ. അങ്ങനെയുള്ള അച്ഛന്മാരും ഉണ്ട്. അതേപോലെ ചില അച്ഛന്മാരുണ്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ഈ അമ്മമാർ എവിടെയെങ്കിലും പോകാനൊക്കെ റെഡി ആവുകയാണെങ്കിൽ അച്ഛന്മാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം ഇപ്പോൾ ഉദാഹരണമായിട്ട് മക്കളുടെ കൂടെ അമ്മ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പറഞ്ഞാൽ നീ ഇപ്പോൾ പോകേണ്ട കാര്യമുണ്ടോ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും തടയിട്ട് അത് വിടാണ്ടിരിക്കും. അത് എന്നിട്ട് പറയും നമുക്ക് ഇവിടെ ഇരിക്കാം എന്ന് പറയും. എന്നിട്ട് അവർ പോയി കഴിയുമ്പോൾ പറയും നമുക്ക് രണ്ടുപേർക്കും കൂടെ പോകാമെന്ന്. ചുമ്മാ പറയണമായിരിക്കും. നമ്മൾ രണ്ടുപേരും കൂടെ ഒരിടത്തും പോക്കും ഉണ്ടാവില്ല, ഒന്നുമില്ല. എങ്കിൽ അച്ഛന്മാർ അമ്മേനെ സമാധാനിപ്പിക്കാൻ, അമ്മയുടെ പിണക്കം ഉണ്ടാകാതിരിക്കാൻ പറയും, നമുക്ക് പിന്നെ പോകാം, നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന്. കാരണം അച്ഛന് പോകാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് പിന്നെ വേറൊരു അച്ഛന്മാരുണ്ട്. എങ്ങനെയാണെന്നറിയാമോ, നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പം മക്കൾക്കൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പം അച്ഛനൊന്നും വേണ്ടില്ല. ആ സമയത്ത് അച്ഛന് സാധനം മേടിക്കുക, അച്ഛനൊരു ഷർട്ടോ മുണ്ടോ മേടിക്കാൻ തുടങ്ങുമ്പോൾ പറയും എനിക്ക് വേണ്ട കേട്ടോ, എനിക്ക് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, അത് തന്നെ ഉപയോഗിച്ചിട്ട് ഒത്തിരി നാളായി, ഇനി എനിക്കിപ്പോൾ അങ്ങ് എടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ഗൗരവത്തിൽ പറയും. അപ്പം മക്കൾ എന്നാ വിചാരിക്കും, അച്ഛന് വേണ്ടാത്തതുകൊണ്ട്. അപ്പോൾ ഒന്നോടെ പറയും ചില മക്കൾ,
സ്നേഹമുള്ള മക്കളാണ് ഒന്നോടെ പറയും, ഒരെണ്ണം എടുത്താലോ, ഒരെണ്ണം എടുത്ത് ആ സാരമില്ലാന്ന് എന്നൊക്കെ പറയും. പക്ഷേ അച്ഛന്മാർ സമ്മതിക്കില്ല. എനിക്ക് വേണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഗൗരവത്തിൽ പറയുമ്പോൾ വേണ്ടാന്ന് വയ്ക്കും. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ട് ഇതെന്താ കൈ പൈസയുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ മേലാണ്ടാണ് ഈ അച്ഛന്മാർ പറയണത്. ചിലപ്പോൾ മക്കളുടെ കയ്യിലെ പൈസ തീർന്നു പോയാലോ, അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല, അത് മേടിക്കാൻ എല്ലാവർക്കും കൂടെ മേടിക്കാൻ തികയില്ലെങ്കിലോ എന്നോർത്തോണ്ടാണ് പറയണത്. പക്ഷേ ഇതൊട്ട് തുറന്നു പറയുകയോ ഇല്ല, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന രീതിയിൽ പറയുകയും ചെയ്യും. അതേപോലെ ചില ഫുഡുകൾ കഴിക്കുന്ന കാര്യത്തിൽ ഈ അച്ഛന്മാരിങ്ങനെ തന്നെയാണ്. അവർ ഭക്ഷണം വേണ്ടാന്ന് പറയും, എനിക്ക് വേണ്ട കേട്ടോ എന്ന് പറയും. അപ്പോൾ മക്കൾ പറയും അച്ഛന് വേണ്ട എന്നാൽ മക്കളൊന്നോടെ ചോദിച്ചാൽ ചിലപ്പോൾ കഴിക്കും. പക്ഷേ ഒറ്റ പ്രാവശ്യം വേണ്ടാന്ന് പറയുമ്പോൾ പിന്നെ അച്ഛന് വേണ്ടാന്ന് കേട്ടോ പറഞ്ഞേക്കണേ, അച്ഛന് വേണ്ട കേട്ടോ എന്ന് മക്കൾ 2-3 പ്രാവശ്യം എടുത്തെടുത്ത് പറയുമെന്ന് ചെയ്യുമ്പോൾ അച്ഛൻ പറയും വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറയും. അച്ഛനൊരു ആക്ഷേപം ഇങ്ങനെ ഇല്ലേ. പിന്നെ മക്കളുടെ കൂടെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പറയും ഓ എനിക്ക് പോകണമെന്നില്ല കേട്ടോ, എനിക്ക് താല്പര്യമില്ല കേട്ടോ എന്നിങ്ങനെ പറയുന്ന അച്ഛന്മാരുണ്ട്. എന്നിട്ട് അമ്മമാരെയും കൂടെ വിടില്ല, അങ്ങനെയുള്ള അച്ഛന്മാരും ഉണ്ട്. അപ്പം നമ്മളൊന്ന് ചിന്തിക്കണം. അതേപോലെ മക്കളുടെ എന്തെങ്കിലും എന്നെന്താ പറയണേ, വീട്ടിൽ ഇച്ചിരി മക്കളുടെയൊക്കെ അധികാരം അല്ലെങ്കിൽ ഭാര്യയൊക്കെ ചെയ്യുന്നെങ്കിൽ ഒന്നും അല്ലാതാവുമ്പോഴും വീടിൻ്റെ മുൻവശത്തോടെ നടന്നിട്ട് ഞാനെന്തോ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി കുറേ അവനവനെ തന്നെ പൊക്കിപ്പറയുന്ന രീതിയിലുള്ള ഞാൻ അന്ന് അങ്ങനെ ചെയ്തായിരുന്നു, ഞാൻ അന്ന് അങ്ങനെ ചെയ്തപ്പോഴുണ്ടല്ലോ ഓടി എന്നൊക്കെ പറഞ്ഞ് ഭാര്യയോട് പൊക്കിപ്പറയണം. ആ അച്ഛന്മാരെ നമ്മളൊന്ന് സൂക്ഷിക്കണം. കാരണം അവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നു, അവർക്ക് വീട്ടിൽ അംഗീകാരം നഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ സ്വയം പൊക്കിപ്പറയുന്നതാണ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മുടെ അച്ഛന്മാരെ ഒന്ന് പൊക്കിപ്പറയാൻ നമ്മൾ ശ്രമിക്കുക. എപ്പോഴും ഒരടി പൊക്കിയേ നിർത്താവുള്ളൂ. കാരണം 85% അച്ഛന്മാരും മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഇത് മാത്രം ചിന്തിക്കുക, അല്ലാതെ അവരെ നമ്മൾ താഴ്ത്തി കെട്ടാതിരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. ബാക്കി കുറച്ച് ശതമാനം അച്ഛന്മാരെ നമ്മൾ നോക്കണ്ട. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ എൻ്റെ പൂച്ചക്കൂട്ടൻ എന്നെ വിളിച്ചു തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു കേട്ടോ. ബൈ.